എല്ലാവർക്കും ടെക് മനസ്സിലായി. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്നോ കാമോൺ 30 പ്രോ എന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ്. ഈ സ്മാർട്ട് ഫോൺ ശരിക്കും നമുക്ക് ഇന്ത്യയിൽ ഒരു ജൂൺ ആ ടൈമിലായിരിക്കും ലോഞ്ച് ആകാൻ പോകുന്നത്. ഇതിന്റെ ഡിസൈനൊക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയുണ്ട് കാണാനൊക്കെ. പിന്നെ അടിപൊളി സ്പെക്കും കാര്യങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. എക്സ്പെക്റ്റഡ് പ്രൈസ് റേഞ്ച് പറഞ്ഞാൽ 22 to 25K ആണ്. അതിന്റെ ഇടയിൽ ഈ സ്മാർട്ട് ഫോൺ ഇറങ്ങി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ക്യാമറ വെച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. സോ ഫസ്റ്റ് ഓഫ് നമ്മൾ ഡിസൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 7.7 mm ആണ് തിക്നെസ് വരുന്നത്. 188 gram വെയിറ്റ് വരുന്നുണ്ട്. പിന്നെ ഗ്ലാസ് ഓർ ലെതർ ബാക്ക് എന്നാണ് പറയുന്നത്. കാരണം കളർ അനുസരിച്ച് മാറാനുള്ള സാധ്യതയുണ്ട് മെറ്റീരിയലിന്റെ ബാക്കിലെ കാര്യങ്ങളൊക്കെ. പിന്നെ മെറ്റൽ ഫ്രെയിം ആണോ പ്ലാസ്റ്റിക് ഫ്രെയിം ആവണോ എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ കൂടി വന്നിട്ടില്ല. മിക്കവാറും പ്ലാസ്റ്റിക് ആവാനുള്ള സാധ്യത കൂടുതൽ. IP റേറ്റിംഗോ കാര്യങ്ങളോ ഒന്നുമില്ല. IP54 റേറ്റിംഗ് കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ ഡിസൈൻ അത്ര കുഴപ്പമൊന്നുമില്ല, കാണാൻ അടിപൊളിയാണ്. പക്ഷേ മെറ്റീരിയൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, വേരിയൻ അനുസരിച്ച് മാറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ IP റേറ്റിംഗ് ഇല്ലാത്തതുകൊണ്ടും കുഴപ്പമില്ലാത്ത ഡിസൈൻ തന്നെയാണ് വരുന്നത്. ബിൽഡ് ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. ഡിസൈൻ പക്ഷേ കാണാൻ അടിപൊളിയാണ്. പക്ഷേ ബിൽഡ് ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്തൊരു ബിൽഡ് ക്വാളിറ്റിയൊക്കെയാണ് വരുന്നത്. കാരണം മിക്ക സ്മാർട്ട് ഫോൺസ് ഈ പ്രൈസ് റേഞ്ച് വരുമ്പോൾ IP68 IP64 ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 6.78 ഇഞ്ചിന്റെ ഒരു ഫുൾ HD+ 144 ഹെർട്സിന്റെ AMOLED പാനലാണ് വരുന്നത്. 8 ബിറ്റ് ആകാനുള്ള സാധ്യത കൂടുതൽ. കാരണം അവരുടെ സൈറ്റിലെ കാര്യങ്ങളൊന്നും 10 ബിറ്റോ അല്ലെങ്കിൽ 12 ബിറ്റോ ഒന്നും പറഞ്ഞിട്ടില്ല. 240 ഹെർട്സിന് ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. 1300 നിറ്റ്സ് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. സോ ഡിസ്പ്ലേയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. എല്ലാവരും മീഡിയം ടൈപ്പ് ആണ് വരുന്നത്. ഇപ്പോൾ ഡിസ്പ്ലേ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. കാരണം ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ബെറ്റർ ഡിസ്പ്ലേസ് വരുന്നുണ്ട്. ഒന്ന് 1.5K ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ 12 ബിറ്റ് ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട് ഷോമിയുടെ ഒക്കെ. അത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഇൻഫീരിയർ ആണ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇനി ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. ഡോൾബി അറ്റ്മോസും ഹൈ റെസൊല്യൂഷൻ ഓഡിയോയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5 mm ഹെഡ്ഫോൺ ജാക്കും വരുന്നില്ല. എന്നാലും അത്യാവശ്യം നല്ലൊരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ 6.78 ഇഞ്ചിന്റെ വലിയ ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ നമുക്കൊരു അത്യാവശ്യം ഇമേഴ്ഷനൊക്കെ കിട്ടും. പിന്നെ പെർഫോമൻസ് കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഇതിന്റെ ഹൈലൈറ്റ് തന്നെയാണ് MediaTek Dimensity 8200 ആണ് ഇവിടെ വരുന്നത്. കിട്ടിക്കാൻ പ്രോസറാണ്. നമുക്ക് അറിയാനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ റാം ആൻഡ് സ്റ്റോറേജ് ആണ്. അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല. സാധാരണ ഒരു പുതിയ ഫോൺ ഇറങ്ങുമ്പോൾ നമുക്ക് സൈഡിൽ നമുക്ക് അറിയാൻ പറ്റും LPDDR5 റാം അല്ലെങ്കിൽ UFS 3.1 എന്നൊക്കെ എടുത്ത് കാണിക്കും. ഇവിടെ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മിക്കവാറും ചിലപ്പോൾ LPDDR4X റാമും UFS 2.2 ആയിരിക്കും വരാൻ സാധ്യത കൂടുതൽ. ഇനി ചേഞ്ച് ചെയ്ത് വരുമോ എന്ന് അറിയത്തില്ല കേട്ടോ. ഇനി ആന്റിറ്റി സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ 9,10,709 ആണ് ടോട്ടല്. CPU 2,75,604, GPU 2,38,705 ആണ് വരുന്നത്. SD കാർഡ് സ്ലോട്ടൊന്നും ഇല്ല നമുക്ക്, അത് വരുന്നില്ല. കാരണം അതിന് ആവശ്യമില്ല. കാരണം ബേസ് വേരിയന്റ് തന്നെ 8GB 256ഉം ടോപ്പ് എൻഡ് 12GB 512 ആണ് വരുന്നത്. സോ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ക്യാമറയാണ്. നമുക്കൊരു പ്രൈമറി ഒരു 50 മെഗാപിക്സലിന്റെ f1.8 ആപ്പച്ചർ വരുന്ന സോണി IMX 890 സെൻസറാണ് വരുന്നത്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 50 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് വരുന്നുണ്ട്. മാക്സിമം നമുക്ക് 4K 60 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. സോ നമുക്ക് ആ 2 മെഗാപിക്സലിന് ആർക്കും വേണ്ടാത്ത സെൻസറൊന്നും നമുക്ക് ഇവിടെ ഇല്ല. രണ്ടും അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള 2 സെൻസറാണ് നമുക്ക് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് 50 മെഗാപിക്സൽ സെൽഫി തന്നെയാണ്. വിത്ത് ഓട്ടോ ഫോക്കസും വരുന്നുണ്ട്. അതും നല്ല അടിപൊളി കാര്യമാണ്. സോ 3 ക്യാമറയും നമുക്ക് നല്ലോണം യൂസ്ഫുൾ ആണ്. പിന്നെ ഫ്രണ്ട് ക്യാമറ എത്രമാത്രം വീഡിയോ റെക്കോർഡ് ചെയ്യാന്നുള്ളതിന്റെ ഒരു സ്പെക്ക് വന്നിട്ടില്ല. 1080p ആണോ 4K ആണോ എന്നുള്ളത്. അല്ലാണ്ട് വെച്ച് നോക്കുവാണെങ്കിൽ അടിപൊളിയാണ്. പെർഫോമൻസ് അടിപൊളിയാണ്. ക്യാമറ അടിപൊളിയാണ്. ഇനി OS ആയിരുന്നു നമ്മൾ നോക്കുവാണെങ്കിൽ iOS 14ഉം Android 14 ആണ് വരുന്നത്. 2 വർഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് വരുന്നത്. ബാറ്ററി നമ്മൾ നോക്കുവാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ്. 70 വാട്ട്സിന്റെ ചാർജർ വരുന്നുണ്ട്. 0 to 100 50 മിനിറ്റ്സ് കൊണ്ടാവും. സോ അത്യാവശ്യം നല്ല ബാറ്ററിയും വരുന്നുണ്ട്. നല്ല സ്പീഡായിട്ടുള്ള ചാർജർ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ബാറ്ററി ഡിപ്പാർട്ട്മെന്റ് അടിപൊളിയായിരിക്കും. കാരണം ഒരു 6 to 7 hours എന്തായാലും നമുക്ക് സ്ക്രീൻ ഓൺ ടൈം കിട്ടും. കണക്ടിവിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ Wi-Fi 6 ആണ്. Bluetooth 5.3 വരുന്നുണ്ട്. NFC വരുന്നുണ്ട്. NFC ഇന്ത്യയിൽ വരുമെന്ന് എനിക്കറിയത്തില്ല. അതിൽ പുറത്ത് ലോഞ്ചായിട്ട് NFC ഉണ്ട്. IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. USB Type-C 2.0 വരുന്നുണ്ട്. പ്രൈസിന്റെ നമ്മൾ നോക്കുവാണെങ്കിൽ 8GB 256ഉം 12GB + 512 ആണ് വരുന്നത്. അതിന്റെ പ്രൈസ് ഞാൻ എക്സ്പെക്റ്റഡ് പ്രൈസ് റേഞ്ച് നോക്കുവാണെങ്കിൽ 22 to 25K ആണ് വരാൻ സാധ്യത കൂടുതൽ. ആ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ എന്താ പറയുക, Poco X6 Pro ഉണ്ട്, അങ്ങനത്തെ ഫോണുകളൊക്കെ വരുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ എന്തെങ്കിലും കുറവാണ്. കാരണം ഒന്ന് പെർഫോമൻസ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാമല്ല ക്യാമറ പോക്കായിരിക്കും. അങ്ങനത്തെ 2 പ്രശ്നങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. പക്ഷേ ഈ സ്മാർട്ട് ഫോൺ വെച്ച് നോക്കുമ്പോൾ ഒരു ബാലൻസ്ഡ് സ്മാർട്ട് ഫോണായിട്ടാണ് എനിക്ക് വന്നിരിക്കുന്നത്. ഡിസ്പ്ലേ അടിപൊളിയാണ്. നമുക്ക് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നല്ലതാണ്. പെർഫോമൻസ് അടിപൊളിയാണ്. ക്യാമറ അടിപൊളിയാണ്. ബാറ്ററി അടിപൊളിയാണ്. എല്ലാം നല്ലൊരു ബാലൻസ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. സോ 22 to 25K വെച്ച് ഇറങ്ങുവാണെങ്കിൽ നല്ല വൺ ഓഫ് ദ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ തന്നെയാണ് ഞാൻ പറയുന്നത്.
അടിപൊളിയായിരിക്കും സ്മാർട്ട് ഫോൺ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.